നമസ്കാര സുഹൃത്തുക്കളെ, എല്ലാവർക്കും SCRT സീരീസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ സഹകാരിയുടെ എല്ലാ SCRT ക്ലാസ്സുകളും കൂട്ടുകാർ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ കാണുന്നതിൻ്റെയോടൊപ്പം തന്നെ എന്ത് ചെയ്തോണം, ഒരു ലെക്ചർ നോട്ടും കൂടെ എഴുതിക്കൊള്ളണം. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ട് അത് നമുക്ക് എക്സാമിന് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായമായിട്ടുള്ള വൈദ്യുതിയുടെ ലോകം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ LGS എക്സാമിന് അതുപോലെ തന്നെ കഴിഞ്ഞ LP UP എക്സാമിനൊക്കെ ഇതിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. അപ്പോൾ വൈദ്യുതിയുടെ ലോകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും അല്ലേ, എന്തിനെ പറ്റിയായിരിക്കും ഈ ഒരു പാഠത്തിൽ പറയുന്നത് അല്ലേ, വൈദ്യുതിയുടെ ഉപയോഗവും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്രദമായി മാറുന്നത് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. വൈദ്യുതി നൽകുന്ന ചില സംവിധാനങ്ങളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ചിത്രങ്ങളൊന്ന് നോക്കിയേ. അതോടൊപ്പം തന്നെ സോളാർ പാനൽ. ഓക്കെ, ഇവയൊക്കെ വൈദ്യുതി നൽകുന്ന ചില സംവിധാനങ്ങളാണ് അല്ലെ, അവയുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത നോക്കിയാൽ നമുക്ക് വേണ്ടതാണ് വൈദ്യുത സർക്യൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ്. വൈദ്യുത സ്രോതസ്സിൽ നിന്നും ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകാനുള്ള ക്രമീകരണമാണ് എന്തെന്ന് പറയുന്നത്, വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വൈദ്യുതി കടന്നു പോകാനായിട്ട് എന്തൊക്കെ വേണം സുഹൃത്തുക്കളെ, നമുക്കൊരു വൈദ്യുതി സ്രോതസ് വേണം, ചാലക കമ്പി വേണം. ചാലക കമ്പി എന്ന് പറയുന്നത് എന്താണ്, അതായത് ഈ വൈദ്യുതി കടത്തി വിടാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കാര്യത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ചാലക കമ്പി. അതോടൊപ്പം തന്നെ എന്ത് വേണം, ഒരു വൈദ്യുതോപകരണവും വേണം. ഓക്കെ, ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് പൂർണ്ണ രീതിയിലുള്ള ഒരു വൈദ്യുത സർക്യൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ട് നിർമ്മിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ നൽകിയിട്ടുണ്ട് എന്താണ്, ഒരു വൈദ്യുത സർക്യൂട്ടിന്റെ ഒരു ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു കുഴപ്പമുണ്ട്. നോക്കിയേ, ഇതാ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലേ. അതോടൊപ്പം തന്നെ ഈ സർക്യൂട്ട് 2ലുള്ള ചിത്രം നോക്കി, ഇവിടെ ഗ്യാപ്പ് ഇല്ല. ഓക്കെ, ഇവിടെയും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ 3ാമത്തെ ചിത്രം നോക്കി, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു സർക്യൂട്ട് ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമോ? ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കുക, വൈദ്യുത സ്രോതസ്സിൽ നിന്നും ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണത്തെയാണ് എന്തെന്ന് പറയുന്നത്, വൈദ്യുത സർക്യൂട്ട്. അതോടൊപ്പം തന്നെ ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് എന്തൊക്കെ ഉണ്ടായിരിക്കും, ഒരു വൈദ്യുതി സ്രോതസ് ഉണ്ടായിരിക്കും, ഒരു ചാലക കമ്പി ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഒരു വൈദ്യുതോപകരണവും ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് വൈദ്യുത സർക്യൂട്ട് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അതേപടി പഠിച്ചു വെക്കണം. കാരണം അതേ സെന്റൻസുകൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അവിടെ അത് അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കിയേ, അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും, ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ, ആ വേർഡ് തന്നെ ഉണ്ട്. എന്താണ്, ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഓക്കെ, ഇതാ ഇവിടെ നോക്കി, ഇവിടെ സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടോ, ഇല്ല അല്ലേ. അപ്പോൾ ഇത് അടഞ്ഞ സർക്യൂട്ട് ആണോ? അല്ല. നേരത്തെ നമ്മൾ കണ്ട ഈ ഒരു ചിത്രം എന്താണ്, അടഞ്ഞ സർക്യൂട്ട് അല്ല, പക്ഷെ അതെന്താണ്, തുറന്ന സർക്യൂട്ടാണ്. ഓക്കെ, തുറന്ന സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, സർക്യൂട്ട് പൂർത്തിയായിട്ടില്ല, ക്ലോസ് ആയിട്ടില്ല. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഈ ബൾബ് കത്തുമോ? ഇല്ല അല്ലെ. കാരണം എന്താണ്, തുറന്ന സർക്യൂട്ടാണ്. തുറന്ന സർക്യൂട്ടുകളിൽ വൈദ്യുതി അല്ലെങ്കിൽ ഉപകരണങ്ങൾ, വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിക്കാറില്ല. ഓക്കെ, ആ ഒരു കാര്യം അവിടെ അറിഞ്ഞിരിക്കുക. ദെൻ അടുത്ത നോക്കി, ചിത്രം നോക്കൂ. ആവശ്യമുള്ളപ്പോൾ ബൾബ് പ്രകാശിക്കാനും ഓഫാക്കാനും എന്ത് മാർഗമാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്? ഓക്കെ, അപ്പോൾ എന്ത് മാർഗമാണ് കാണാൻ കഴിയുന്നത്? ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഓക്കെ, ഈ സ്വിച്ച് ഇല്ലെങ്കിൽ അത് നമുക്കൊരു തുറന്ന സർക്യൂട്ടാണ്, അടഞ്ഞ സർക്യൂട്ടാണ്, ഏതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും? അതൊരു തുറന്ന സർക്യൂട്ടാണല്ലേ. അപ്പോൾ സ്വിച്ച് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പൂർണ്ണമായിട്ടുള്ള ഒരു സർക്യൂട്ട് ആവുന്നുണ്ട്. പക്ഷേ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ വൈദ്യുതി കടന്നു പോകത്തുള്ളൂ. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ സ്വിച്ച് ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതാണോ
തുറന്നതാണോ അല്ലെങ്കിൽ അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാകുന്നു അല്ലേ? കാരണം സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ സർക്യൂട്ട് അടയുന്നുള്ളൂ. ഓക്കെ, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, വൈദ്യുതി കടത്തി വിടുന്നത്. സ്വിച്ച് ഓഫ് ആക്കിയാലോ അവിടെ എന്ത് ചെയ്യുന്നില്ല, വൈദ്യുതി കടത്തി വിടുന്നില്ല, അവിടെ തുറന്ന സർക്യൂട്ടായി മാറുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ അടഞ്ഞ സർക്യൂട്ട്, തുറന്ന സർക്യൂട്ട്, ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട് രണ്ടും അവിടെ അറിഞ്ഞിരിക്കൂ. അടുത്ത നോക്കിയേ ഈ രണ്ട് ചിത്രങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഈ ഒരു കാര്യത്തിനെയാണ് സെൽ എന്ന് പറയുന്നത്. സെല്ലുകൾ എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്? ക്ലോക്കിൽ ഉപയോഗിക്കാറുണ്ട്, അതോടൊപ്പം തന്നെ വാച്ചുകളിൽ. ഓക്കെ, വാച്ചുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ സെല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. ഒന്നിലധികം സെല്ലുകൾ ചേരുമ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബാറ്ററി എന്ന് പറയുന്നത്. ഒന്നിലധികം സെല്ലുകൾ ചേരുമ്പോൾ അതിനെയാണ് സുഹൃത്തുക്കളെ എന്തെന്ന് പറയുന്നത്, ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് ചിത്രങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത സെല്ലുകൾ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തവയും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ക്ലോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നില്ല, നിന്ന് പോവുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ അകത്തുള്ള ബാറ്ററി മാറ്റിയിടും അല്ലേ? അപ്പോൾ സെല്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ മാറ്റി ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഒരിക്കലും ആ സെല്ല് തന്നെ, ആ നശിച്ച സെല്ല് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വീണ്ടും ഉപയോഗിക്കുന്നില്ല. അതേസമയം നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ, ഓക്കെ, നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ ചാർജ് തീർന്നു പോവുകയാണ്. അങ്ങനെ തീർന്നു പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ വേറെ ആ മൊബൈൽ ഫോൺ മാറ്റിയിട്ട് പുതിയ മൊബൈൽ ഫോൺ വാങ്ങുകയാണ് ചെയ്യുന്നത്. അല്ല, പകരം എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. അതായത് സെല്ലുകൾ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തവയും, ഈ രണ്ട് സെല്ലുകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ പ്രവർത്തനരഹിതമായാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നാൽ മൊബൈൽ ഫോണിലെ ചാർജ് തീർന്നാലോ, ക്ലോക്കിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സെല്ലിലെ ചാർജ് തീർന്നാൽ ആ സെല്ല് ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ മൊബൈൽ ഫോണിലെ ബാറ്ററിയുടെ ചാർജ് കുറയുമ്പോൾ അവ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനായി കഴിയും. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് സെല്ലുകൾ എന്ന് പറയുന്നത് റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും അതോടൊപ്പം തന്നെ റീചാർജ് ചെയ്യാൻ കഴിയാത്തവയും ഉണ്ട്. ഈ ഒരു ഹെഡിങ് മാത്രം നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ബൾബുകൾ അല്ലേ, 3 തരം ബൾബുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫിലമെന്റ് ബൾബ്, കോമ്പാക്ട് ബൾബ്, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ബൾബ്, അതോടൊപ്പം തന്നെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അഥവാ LED ബൾബ്. ഓക്കെ, സോ ഈ 3 തരത്തിലുള്ള ബൾബുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൽ നോക്കിയേ, എന്താണ് ഫിലമെന്റ് ബൾബ് എന്ന് പറയുന്നത്? ഫിലമെന്റ് ബൾബൊക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനില്ല, ഇപ്പോഴും കാണാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാ വീടുകളിലൊക്കെ എന്തായിരുന്നു, ഫിലമെന്റ് ബൾബായിരുന്നു. ഫിലമെന്റ് ബൾബ് ആ ഒരു വെട്ടമൊക്കെ അറിയാലോ, ഒരു മഞ്ഞ പ്രകാശമായിരിക്കും അല്ലെ. അതോടൊപ്പം തന്നെ അത്ര നാൾ എന്ത് ചെയ്യത്തില്ല, നിലനിൽക്കത്തില്ല. ഓക്കെ, പെട്ടെന്ന് തന്നെ എന്തായി പോവും, നശിച്ചു പോവും. അതോടൊപ്പം തന്നെ ഈ ഫിലമെന്റിൽ ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫിലമെന്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ആ ബൾബ് ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു ഫിലമെന്റ് ബൾബ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഉയർന്ന തരത്തിലുള്ള ഊർജം വേണ്ടി വരുന്നു. അതായത് കറണ്ട് ബില്ലൊക്കെ എന്ത് ചെയ്യും, കൂടും ഈ ഫിലമെന്റ് ബൾബ് ഉപയോഗിക്കുകയാണെങ്കിൽ. അതേസമയം CFL ആണെങ്കിലോ സുഹൃത്തുക്കളെ, ഈ ഒരു CFLന്റെ ആ ഒരു ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. എന്താണ്? കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. ഓക്കെ, അത് നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. അപ്പോൾ ഈ കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് പിന്നെ എവിടെ വരികയാണ്, കമ്പയറിംഗ് ടു ഫിലമെന്റ് ബൾബുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പിന്റെ ആ ഒരു വെട്ടം ഓക്കെ എങ്ങനെയാണ്, നല്ല പ്രകാശവും തരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഊർജ്ജക്ഷമതയുള്ളതാണ്. ഓക്കെ, അതായത് അത്ര കറണ്ട് ബില്ലൊന്നും വരത്തില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇതിൽ എന്തുണ്ട്, മെർക്കുറി ഉണ്ട്. ഓക്കെ, മെർക്കുറി എന്ന് പറയുന്നത് വളരെ ഹാനികരമായിട്ടുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്, ഫ്ലൂറസെന്റ് അല്ലെങ്കിൽ കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് മാറ്റിപ്പെടുന്നു. പിന്നെ എന്ത് വരികയാണ്, ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന LED അഥവാ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡും നല്ല രീതിയിലുള്ള ഊർജ്ജക്ഷമതയും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള എന്തും തരുന്നുണ്ട്, വെളിച്ചവും തരുന്നുണ്ട്. ഓക്കെ, സോ ഇത് മൂന്നും തമ്മിലുള്ള താരതമ്യം അറിഞ്ഞിരിക്കുക. മൂന്നിൻ്റെയും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, CFL ബൾബിൽ കാണപ്പെടുന്ന വിഷാംശമടങ്ങിയ വസ്തു ഏതാണ്, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കുന്ന വസ്തു ഏതാണ്, മെർക്കുറിയാണ്. ഓക്കെ, PSCക്കൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നോക്കിയേ, വിവിധ തരം സ്വിച്ചുകൾ.
പല സന്ദർഭങ്ങളിൽ വിവിധ തരം സ്വിച്ചുകൾ നാം ഉപയോഗിക്കുന്നുണ്ട്, അവ പരിചയപ്പെടാം. അപ്പോൾ പലതരത്തിലുള്ള സ്വിച്ചുകളുടെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ജസ്റ്റ് അത് ഒന്ന് അതിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ഓക്കെ, സാധാരണ സ്വിച്ച്, 2-വേ സ്വിച്ച്, ബെൽ സ്വിച്ച്, പുഷ് ബട്ടൺ സ്വിച്ച്, സ്ലൈഡിംഗ് സ്വിച്ച് ആൻഡ് മെയിൻ സ്വിച്ച്. ഓക്കെ, അടുത്ത നോക്കിയേ, ചാലകങ്ങളും ഇൻസുലേറ്ററുകളും. കഴിഞ്ഞ LGS എക്സാമിന് ദാ ഈ ഒരു ഭാഗത്ത് നിന്നും ഈ ഒരു ബോക്സിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് നോക്കാം, ഈ ഒരു ചാലകങ്ങളും അതോടൊപ്പം തന്നെ ഇൻസുലേറ്ററുകളും എന്താണെന്നൊന്ന് പരിശോധിക്കാം. നോക്കിയേ, വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളെയാണ് എന്തെന്ന് പറയുന്നത്, ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ്. ഓക്കെ, രണ്ട് വേർഡ്, ഇംഗ്ലീഷ് വേർഡും കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ചാലകങ്ങൾ എന്ന് പറയുന്നത് എന്താണ് സുഹൃത്തുക്കളെ, വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളെയാണ് പറയുന്നത്. അപ്പോൾ വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കളെ എന്തായിരിക്കും പറയുന്നത്, അത് പറയുന്നത് ഇൻസുലേറ്റേഴ്സ് എന്നാണ്. മലയാളം വേർഡും ഇംഗ്ലീഷ് വേർഡും ഒന്ന് തന്നെയാണ്, ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കൾ ചാലകങ്ങൾ, വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കളെ പറയുന്ന പേരാണ് ഇൻസുലേറ്ററുകൾ. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ വൈദ്യുതി ചാലകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇരുമ്പും സ്വർണവും ചെമ്പും അതുപോലെ തന്നെ സ്റ്റീലും ഗ്രാഫൈറ്റും ജലവും ഒക്കെ എന്താണ്, വൈദ്യുതി ചാലകങ്ങളാണ്, വൈദ്യുതി കടത്തി വിടുന്നവയാണ്, കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, ഇതിൽ ഗ്രാഫൈറ്റിന്റെ കാര്യം പ്രത്യേകം ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, എന്തുകൊണ്ടാണ് ഗ്രാഫൈറ്റിനെ നോക്കി വെക്കാൻ പറഞ്ഞതിന്റെ കാര്യം, ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ് സുഹൃത്തുക്കളെ, കാർബണിന്റെ ഒരു രൂപാന്തരമാണ് എന്തെന്ന് പറയുന്നത്, ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. കാർബൺ എന്ന് പറയുന്നത് എന്താണ്, ഇൻസുലേറ്റർ ആണ്, വൈദ്യുതി കടത്തി വിടാത്തതാണ്. പക്ഷേ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടക്ടേഴ്സ് ആണ്, ചാലകങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗ്രാഫൈറ്റ് ചാലകമാവുന്നത്, അതായത് ഗ്രാഫൈറ്റിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ കാണപ്പെടുന്നു, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാഫൈറ്റ് ചാലകമായി മാറുന്നത്. നമ്മുടെ PSCക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്, അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, കാർബൺ പക്ഷേ എന്താണ്, കാർബൺ എന്ന് പറയുന്നത് ഇൻസുലേറ്റർ ആണ്, വൈദ്യുതി കടത്തി വിടാത്തതാണ് കാർബൺ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി തുടങ്ങിയവ ഇൻസുലേറ്റർ ആണ്, വൈദ്യുതി കടത്തി വിടാത്തവയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വസ്തുത അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാലകങ്ങളും അഥവാ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, വൈദ്യുതി കടത്തി വിടുന്നതിന് എന്തെന്ന് പറയുന്നു, ചാലകങ്ങൾ എന്ന് പറയുന്നു. വൈദ്യുതി കടത്തി വിടാത്തതിന് എന്തെന്ന് പറയുന്നു, ഇൻസുലേറ്ററുകൾ എന്നും പറയുന്നു. അവിടെ ഗ്രാഫൈറ്റിന്റെ കാര്യം പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത നോക്കിയേ, വൈദ്യുതിയുടെ ലഘുചരിത്രം. ഓക്കെ, വൈദ്യുതിയുടെ ലഘുചരിത്രം എന്ന് പറയുന്നത് എന്താണ്, അതായത് നമ്മുടെ ഇന്ന് അല്ലെ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ഊർജ്ജ രൂപങ്ങൾ കാണാനായിട്ട് കഴിയും. എത്തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളാണ്, വൈദ്യുതി, പ്രകാശം, താപം, ശബ്ദം, അല്ലെ ഇത്തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങൾ നമുക്ക് ചുറ്റും കാണാനായി കഴിയും. പക്ഷേ ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഏത് ഊർജ്ജ രൂപമാണ്, വൈദ്യുതി ഊർജ്ജ രൂപമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ചരിത്രം ഒന്ന് നോക്കാം. ഒരു തരം മരക്കറ ഉറച്ച് ഉണ്ടാകുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആംബർ, ഓക്കെ, ആംബർ എന്ന് പറയുന്ന ഒരു തരം മരക്കറ എന്ത് ചെയ്യുന്നു, തലമുടിയിൽ ഉരസുമ്പോൾ വസ്തുക്കളിൽ ആകർഷിക്കുന്നുണ്ടെന്ന് പണ്ടത്തെ ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് അനേകം ആളുകൾ അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമാണ് എന്തെന്ന് പറയുന്നത്, ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുത ഉൽപാദനം ഒക്കെ സാധ്യമായിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് അവിടെ അറിഞ്ഞിരിക്കുക. അവിടെ ഈ ഒരു ആംബർ എന്നുള്ള വേർഡ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത നോക്കിയേ, ലോഹങ്ങൾ. അപ്പോൾ ലോഹങ്ങൾ എന്ന് പറയുന്നത് വളരെ തിളക്കമുള്ളതും അതോടൊപ്പം തന്നെ കടുപ്പമുള്ളതും ബലമുള്ളതുമായിട്ടുള്ള പദാർത്ഥങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ലോഹങ്ങൾ എന്ന് പറയുന്നത്. ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അലൂമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ തുടങ്ങിയ അനേക ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ
ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷത്തിൽ ഖരാവസ്ഥയിലാണ്. പക്ഷേ ഒരാൾ വ്യത്യാസമുണ്ട്. ആരാണത്? മെർക്കുറി അഥവാ രസം. ഓക്കെ, മെർക്കുറി ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്? അതായത് ലോഹങ്ങളെ പറ്റി. ഓക്കെ, ലോഹങ്ങൾ എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ളതും കടുപ്പമേറിയതും ബലമുള്ളതായിട്ടുള്ള വസ്തുക്കളാണ് ലോഹങ്ങൾ. അതോടൊപ്പം തന്നെ മിക്ക ലോഹങ്ങളും കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ്. പക്ഷേ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏത്? PSC ചോദിക്കാറുള്ളതാണ്. ഏതാണ്? മെർക്കുറിയാണ് അഥവാ രസം. ഓക്കെ, എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. ഓക്കെ, വൈദ്യുതി കടത്തി വിടുന്നവയാണ് എന്തെന്ന് പറയുന്നത്? ലോഹങ്ങൾ. ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ നിന്നും താമ്രശിലായുഗത്തിൽ എത്തിയപ്പോൾ ഉപകരണങ്ങളിലും കൃഷിയിലും സാമൂഹ്യ ജീവിതത്തിലും വന്ന മാറ്റം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കോ. നമുക്ക് വേണ്ട പോയിന്റ്സ്. ലോഹം എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുതി കടത്തി വിടുന്നവയാണ്, ചാലകങ്ങളാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏത് ലോഹമാണ്? മെർക്കുറി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കിയേ, ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോവാൻ ഏത് ലോഹമാണ് നാം സാധാരണ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഏത് ലോഹമാണ് നമ്മൾ ഇലക്ട്രിക് ലൈനിൽ ആ ഒരു വൈദ്യുതി കടന്നു പോകാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ലൈൻ കമ്പി ഏതാണ്? അലൂമിനിയമാണ്. അലൂമിനിയം. അലൂമിനിയമാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നാം ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിന്റെ കാരണം എന്തായിരിക്കും? ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിന്റെ കാര്യം? ഒന്നെന്ന് പറയുന്നത് അതിന്റെ വില. വലിയ രീതിയിലുള്ള വിലയാണ്. അതോടൊപ്പം തന്നെ വഴക്കം. അതായത് അലൂമിനിയത്തിനാണ് എന്തെന്ന് പറയുന്നത്? ചെമ്പ് കമ്പിയെ കാട്ടി വഴക്കമുള്ളത്. അതായത് ദൂരോട്ടൊക്കെ നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കമ്പിയൊക്കെ ഈ ഒരു ലൈനൊക്കെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് എന്താണ് ആവശ്യം വേണ്ടി വരുന്നത്? ആ ഒരു എലാസ്റ്റിസിറ്റി. ആ ഒരു എലാസ്റ്റിസിറ്റി കൂടുതൽ ആർക്കാണ്? അലൂമിനിയത്തിനാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ വൈദ്യുത കമ്പികളിൽ അലൂമിനിയം ഉപയോഗിക്കുന്നത്. എന്ത് ഉപയോഗിക്കത്തില്ല? ചെമ്പ് അവിടെ ഉപയോഗിക്കത്തില്ല. അത് അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കിയേ, പലതരം ചിഹ്നങ്ങൾ. ഇപ്പോൾ ചാലക കമ്പി എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താണ്? ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ചാലക കമ്പി എന്ന് പറയുന്നത് ആ വൈദ്യുതി കടന്നു പോകാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ചാലക കമ്പി. അപ്പോൾ ചാലക കമ്പിയുടെ ചിഹ്നം എങ്ങനെയായിരിക്കും നമ്മൾ സൂചിപ്പിക്കുന്ന? വരയ്ക്കാൻ നേരത്തേക്ക് സൂചിപ്പിക്കുന്ന ഒരു നല്ല കടുപ്പമേറിയ ഒരു ലൈൻ വരയ്ക്കുന്നു. അതോടൊപ്പം തന്നെ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ദാ എങ്ങനെയാണ്? ഇതേപോലത്തെ ചിഹ്നമായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. സ്വിച്ച് ഓൺ ആണെങ്കിലോ അവിടെ എന്ത് ചെയ്യും? ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അടഞ്ഞിരിക്കുന്ന രൂപത്തിലുള്ള ചിഹ്നമായിരിക്കും അവിടെ വരയ്ക്കുന്നത്. സെല്ല് നോക്കിയേ, സെല്ല് വരയ്ക്കുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ്. ഇതെന്ന് പറയുന്ന പോസിറ്റീവ്, ഇതെന്ന് പറയുന്ന നെഗറ്റീവ്. ആ രീതിയിൽ അവിടെ അറിഞ്ഞിരിക്കുക. രണ്ട് സെല്ലുകൾ ചേരുമ്പോഴാണ് എന്താവുന്നത്? ബാറ്ററി ആവുന്നത്. ആ ഒരു കാര്യം അവിടെ മനസ്സിലാക്കുക. ദെൻ പ്രകാശിക്കാത്ത ബൾബ് നോക്കിയേ, ഇത്തരത്തിലായിരിക്കും ചിത്രീകരിക്കുന്നത്. അതേസമയം തന്നെ പ്രകാശിക്കുന്ന ബൾബ് ആണെങ്കിലോ ഈ രീതിയിൽ തന്നെയായിരിക്കും. പക്ഷേ അതിന് ചുറ്റും ഒരു ഗ്ലോ പോലെ എന്ത് ചെയ്യും? വരയ്ക്കും. ദെൻ ബസർ വരയ്ക്കുന്നത് ഇപ്രകാരമാണ് ബസർ വരയ്ക്കുന്നത്. മിനി മോട്ടർ M എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. LED. LED ഇതേ കണക്കത്തെ ഒരു ആരോയും മുകളിൽ ആരോയും കാണപ്പെടും. അതേസമയം തന്നെ മുകളിൽ എന്ത് ചെയ്യുന്നില്ല? ആരോ കാണപ്പെടുന്നില്ലെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്? ഡയോഡ് എന്ന് പറയുന്നത്. ഡയോഡ് എന്ന് പറയുന്നത് ഈ ഒരു ആരോ കാണപ്പെടുന്നില്ലെങ്കിൽ അതെന്താണ്? ഡയോഡാണ്. അടുത്ത നോക്കിയേ, രണ്ട് ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചിത്രവും രണ്ടാമത്തെ ചിത്രവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? ഒന്നാമത്തെ ചിത്രത്തിൽ ബൾബ് കത്തുന്നില്ല. അതേസമയം തന്നെ രണ്ടാമത്തെ ചിത്രത്തിലാണെങ്കിലോ ബൾബ് കത്തുന്നുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് അടഞ്ഞ സർക്യൂട്ടും മറ്റേതെന്ന് പറയുന്നത് എന്താണ്? തുറന്ന സർക്യൂട്ടുമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അടഞ്ഞ സർക്യൂട്ടുകളിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ബൾബ് കത്തത്തുള്ളൂ. തുറന്ന സർക്യൂട്ട് ആണെങ്കിൽ ഇവിടെ തുറന്നിരിക്കുന്നു. തുറന്ന സർക്യൂട്ട് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല? വൈദ്യുതി കടത്തി വിടുന്നില്ല. അതവിടെ മനസ്സിലാക്കുക. അടുത്ത നോക്കിയേ, അടുത്തതും അതുപോലത്തെയാണ്. ഒന്നാമത്തെ ചിത്രവും രണ്ടാമത്തെ ചിത്രവും. ഒന്നാമത്തെ ചിത്രത്തിൽ എന്ത് ചെയ്യുന്നില്ല? ബൾബ് കത്തുന്നില്ല. അതേസമയം തന്നെ രണ്ടാമത്തെ ചിത്രത്തിലാണെങ്കിലോ സെക്കൻഡ് റൗണ്ടിലാണെങ്കിലോ ബൾബ് കത്തുന്നുണ്ട്. ബൾബ് കത്താനായിട്ടുള്ള കാരണം എന്താണ്? ഇവിടെ സ്വിച്ച് നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ചിഹ്നങ്ങളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാണപ്പെടുകയാണെങ്കിൽ അവിടെ സ്വിച്ച് ഓഫാണ്. ഇങ്ങനെ കാണുകയാണെങ്കിൽ, അതായത് അടഞ്ഞ രൂപത്തിൽ കാണുകയാണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? അവിടെ സ്വിച്ച് ഓൺ ആയിരിക്കുന്നത്. സോ ഈ ഒരു സമയത്ത് അടഞ്ഞ സർക്യൂട്ടാണ്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുതി കടത്തി വിടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അവിടെ സി ആറിനോട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു രണ്ടാമത്തെ ചിത്രത്തില് ബൾബ് കത്തിയിരിക്കുന്നത് അല്ലേ. കാരണം സി എന്ന് പറയുന്നത് എന്താണ്, സ്വിച്ച് ആണ്. ഇവിടെ സ്വിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അടഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഓൺ ആയിരിക്കുകയാണ്. ഓക്കെ, അടുത്ത നോക്കി ഗാർഹിക വൈദ്യുതി. ഓക്കെ, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വൈദ്യുതി. വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിലൂടെ കടന്നു പോയാൽ ഷോക്ക് അടിക്കുമല്ലോ അല്ലെ. അനുഭവമൊക്കെ ഉള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് അതിന് പ്രധാനപ്പെട്ട കാരണം? ഓക്കെ, അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യും. എന്തുകൊണ്ടാണ് വൈദ്യുതി വൈദ്യുതിയിൽ നമ്മൾ കൈവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് മനുഷ്യന് വൈദ്യുതി ഏൽക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പോൾ എത്ര വോൾട്ടുള്ള വൈദ്യുതിയാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്? 230 വോൾട്ട് വൈദ്യുതിയാണ് വീട്ടിലെത്തുന്നത്. ഓക്കെ, 230 വോൾട്ടിൽ കൂടുതലുള്ള വൈദ്യുതി എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉപകരണങ്ങളൊക്കെ കേടുപാടുകൾ സംഭവിക്കും. ഓക്കെ, സോ ഈ ഒരു കാര്യം പഠിച്ചു വെക്കണം. 230 വോൾട്ട് വൈദ്യുതിയാണ് എന്ത് ചെയ്യുന്നത്, വീടുകളിൽ എത്തുന്നത്. ഓക്കെ, വൈദ്യുത ഷോക്ക്. ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു അല്ലെ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാൻ നേരത്തെ അല്ലെ, സ്വിച്ചൊക്കെ പെട്ടെന്നൊക്കെ നനഞ്ഞ കൈയൊക്കെ കൊണ്ട് ഓണൊക്കെ ആക്കാൻ നേരത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് വൈദ്യുത ഷോക്ക് ഏൽക്കുന്നു. അതിന് പിന്നിലുള്ള കാരണം എന്താണ്? അതായത് മനുഷ്യന്റെ ശരീരത്തിൽ എല്ലായ്പ്പോഴും എന്തുണ്ടായിരിക്കും, ജലമുണ്ടായിരിക്കും അല്ലേ. അതായത് ജീവനുള്ള കോശത്തിൽ എല്ലായ്പ്പോഴും ജലത്തിന്റെ അംശം ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, ജലമെന്ന് പറയുന്നത് എന്താണ്, വൈദ്യുതി കടത്തി വിടുന്നവയാണ്. ഓക്കെ, ചാലകങ്ങളാണ് ജലമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഷോക്ക് ഏൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു. ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം വൈദ്യുത ചാലകമാണ്. വൈദ്യുതി കടത്തി വിടുന്നവയാണ് ശരീരം. പൊട്ടിയ വൈദ്യുത ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു. ഓക്കെ, ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുന്നു. വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിന്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണ് അല്ലേ. അപ്പോൾ ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ വൈദ്യുതി നമുക്ക് ഏറ്റുകഴിഞ്ഞാൽ, വൈദ്യുതാഘാതം ഏറ്റുകഴിഞ്ഞാൽ അത് എന്തിലോട്ട് നയിക്കും, ആഘാതത്തിലോട്ട് നയിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പോയിന്റ് ആണ്. ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം വൈദ്യുത ചാലകമാണ്. ഓക്കെ, അടുത്ത് ഇവിടെ ചില സന്ദർഭങ്ങൾ നൽകിയിട്ടുണ്ട്. കുറച്ച് സന്ദർഭങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്നും ഷോക്ക് ഏൽക്കാൻ ഇടയുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യണം, അതിന്റെ നേരെ ഒരു ടിക്ക് മാർക്ക് ഇടാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഷോക്ക് ഏൽക്കുമോ ഇല്ലയോ? ഒരിക്കലും ഷോക്ക് ഏൽക്കത്തില്ല അല്ലേ. അടുത്ത നോക്കിയേ, സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു. നല്ല രസമായിരിക്കും അല്ലെ, സ്വിച്ച് ഓൺ ആക്കുമ്പോൾ പോയി ബൾബ് മാറ്റുന്നു അല്ലെ. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഓൺ ആക്കുന്നു അല്ലെ, ആ ഒരു സമയം മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ അല്ലെ. സോ അവിടെ എന്താണ്, വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഫാൻ അഴിച്ചെടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതെന്താണ്, വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യത ഉണ്ടോ അവിടെ? ഇല്ല. സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് പിൻ ഊരുന്നു. ഓക്കെ, അവിടെ എന്താണ്, വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു. വൈദ്യുതാഘാതം അവിടെയും ഏൽക്കാം. അതോടൊപ്പം തന്നെ സ്വിച്ച് ഓൺ ചെയ്ത ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അന്നും കൂടെ റിപ്പയർ ചെയ്യുള്ളൂ അല്ലേ. അവിടെ എന്ത് ചെയ്യാം, വൈദ്യുതാഘാതം ഏൽക്കാം. വസ്ത്രങ്ങൾ അയൺ ചെയ്യുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുന്നു. അവിടെ എന്തില്ല, വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു സന്ദർഭങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സന്ദർഭങ്ങളൊക്കെ തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം. SCERT ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ തരുമ്പോൾ ഈ ഒരു സെയിം സിറ്റുവേഷൻസ് തന്നെ എന്ത് ചെയ്യാം, എക്സാമിന് വരാം. ഓക്കെ, അടുത്ത നോക്കിയേ, മിന്നലും വൈദ്യുതിയും. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ മഴക്കാലത്ത് അല്ലേ നമുക്കറിയാം മിന്നലൊക്കെ വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ ഒരു മിന്നൽ വരുന്നത്, ആ മിന്നലും വൈദ്യുതിയും തമ്മിലുള്ള എന്താണ് ബന്ധം? മേഘങ്ങളിൽ വളർന്ന ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട് അല്ലെ. മേഘം, ഓക്കെ, മേഘങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഉയർന്ന രീതിയിലുള്ള വൈദ്യുത ചാർജ് അവിടെ കാണപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വൈദ്യുത ചാർജ് വന്നു കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ
അടുത്ത് നിൽക്കുന്ന മേഘത്തിലോട്ട് ആ ചാർജ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, കൈമാറ്റം ചെയ്യും. അല്ലെങ്കിൽ നേരെ എങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും? ഭൂമിയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മിന്നൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഭൂമിയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയിലോട്ട് കൈമാറ്റം ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ വസ്തുക്കൾക്കും ജീവജാലങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യുന്നത്? മിന്നൽ ഏൽക്കുന്നത്. ഓക്കെ, ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമായതിനാലാണ് മിന്നലേറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു മിന്നലിന്റെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ആ ഒരു കൈമാറ്റം എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലായാലോ? എങ്ങനെയാണ്? ഒന്നെങ്കിൽ വൈദ്യുത ചാർജ് തൊട്ടടുത്തുള്ള മേഘങ്ങളിലോട്ട് കൈമാറ്റം ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഭൂമിയിലോട്ടായിരിക്കും കൈമാറ്റം ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കിയേ, ഷോക്ക് ഏറ്റാൽ. അപ്പോൾ ഇത് സയൻസ് ഫാക്റ്റിലുപരി ബയോളജിയിൽ വരുന്ന ഒരു പോർഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഷോക്ക് ഏറ്റാൽ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പോൾ വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം? വൈദ്യുത ബന്ധം ഒഴിവാക്കണം. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം. ഇത് സാധ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ സർക്യൂട്ടിൽ നിന്നും തള്ളി മാറ്റണം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ഷോക്കേറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുതി ബന്ധം ഒഴിവാക്കുക. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ആ ഒരു സ്വിച്ച് ഓഫ് ആക്കുകയോ അല്ലെങ്കിൽ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം. ഇത് പറ്റാത്ത സന്ദർഭങ്ങളിൽ, അല്ലെ, ഇതൊന്നും ചെയ്യാത്ത സന്ദർഭങ്ങളിൽ അവിടെ കിടക്കുന്ന ഉണങ്ങിയ മരക്കമ്പോ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഉണങ്ങിയ മരക്കമ്പോ അല്ലെങ്കിൽ ചാലകമല്ലാത്ത, അതായത് വൈദ്യുതി കടത്തി വിടാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ചുകൊണ്ട് ഷോക്കേറ്റയാളെ ആ ഒരു സർക്യൂട്ടിൽ നിന്നും മാറ്റി വിടണം. ആ വെട്ടം സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? അടി ഏൽക്കുമ്പോൾ, അല്ലെ, ആ ഒരു ഷോക്കേറ്റ് നിൽക്കുന്ന സമയത്ത് വേറൊരാൾ വന്ന് അടിക്കുന്നു, അയാളെ പിന്നെ ഒരാൾ വന്ന് തൊടുമ്പോൾ അയാൾക്കും ഷോക്ക് ഏൽക്കുന്നു. ഓക്കെ, അവിടെ എന്തുകൊണ്ടാണ്? അവിടെ കൃത്യമായിട്ടുള്ള ആ ഒരു സർക്യൂട്ടിൽ നിന്നും ആ ഒരു വ്യക്തിയെ എന്ത് ചെയ്തിട്ടില്ല? പിൻവലിച്ചിട്ടില്ല. ഓക്കെ, അതോടൊപ്പം തന്നെ പിന്നെ ചെയ്യാവുന്ന കാര്യം, ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വച്ച് തുടർച്ചയായി അമർത്തുക. ഹൃദയം പ്രവർത്തിക്കുന്നവരെ ഇത് ചെയ്യണം. ഓക്കെ, അത്തരത്തിലുള്ള രക്ഷാമാർഗം സ്വീകരിക്കാവുന്നതാണ്. സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകി എന്ത് ചെയ്യണം? ചൂടാക്കണം. ഓക്കെ, അതായത് അദ്ദേഹത്തിന് സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? കൃത്രിമ ശ്വാസം നൽകണം. ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. അപ്പോൾ ഈ ഒരു 4 പോയിന്റ് ഒന്ന് പഠിച്ചിരിക്കുക. ഇതും വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഈ ഒരു 4 പോയിന്റ്സും അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കിയേ, ജനറേറ്റർ. ഓക്കെ, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുമുള്ള ഊർജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനം മൂലമാണ് എന്ത് ചെയ്യുന്നത്? ജനറേറ്ററിൽ നിന്നും വൈദ്യുതി ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ജനറേറ്ററിൽ നിന്നും വൈദ്യുതി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുമുള്ള ഊർജം. ഓക്കെ, അതായത് അവിടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഊർജം കൈമാറ്റം ചെയ്യുന്നത്? രാസോർജം എന്ത് ചെയ്യുന്നു? രാസോർജം ആദ്യം യാന്ത്രികോർജമാവുന്നു. ഓക്കെ, യാന്ത്രികോർജമാവുന്നു. യാന്ത്രികോർജമായതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ വൈദ്യുതി ഊർജമായി മാറുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഈ ഒരു ജനറേറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, എങ്ങനെയാണ്? രാസോർജം എന്ത് ചെയ്യുന്നുണ്ട്? യാന്ത്രികോർജമായി മാറുന്നു. യാന്ത്രികോർജം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതോർജമായി മാറുന്നു. ഓക്കെ, അപ്പോൾ ജനറേറ്ററിൽ രാസോർജം ആദ്യം യാന്ത്രികോർജമായും പിന്നീട് വൈദ്യുതോർജമായും മാറുമെന്ന് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു കാര്യം അവിടെ അറിഞ്ഞിരിക്കുക. സ്കൂളുകളിലും വീട്ടിലുമൊക്കെ വൈദ്യുതി ലഭിക്കാൻ സ്ഥിരമായി ജനറേറ്റർ ഉപയോഗിക്കാൻ കഴിയുമോ? ഡീസലിന്റെ വില, മലിനീകരണം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ ചർച്ച ചെയ്യൂ. എന്താണ് പരിഹാരം? അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് നോക്കണം. നമ്മളിതാ ഈ ഒരു ഫാക്റ്റ് വേണം നമുക്ക് ആവശ്യം വേണ്ടത്. ഓക്കെ, അപ്പോൾ ജനറേറ്ററിൽ എങ്ങനെയാണ്? രാസോർജം ആദ്യം യാന്ത്രികോർജമായും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതോർജമായും മാറുന്നു. ഓക്കെ, ആ ഒരു കാര്യം അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കിയേ, ജലവൈദ്യുത നിലയം. സോ എങ്ങനെയാണ് ഈ ജലവൈദ്യുത നിലയം പ്രവർത്തിക്കുന്നത്? സോ സുഹൃത്തുക്കളെ, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ജലവൈദ്യുത നിലയം പ്രവർത്തിക്കുന്നതെന്നൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം എങ്ങനെയാണ്? അതായത് വലിയ ഉയരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം കെട്ടി നിർത്തുന്നു. ഓക്കെ, വെള്ളം കെട്ടി നിർത്തിയതിന് ശേഷം ആ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്?
പൈപ്പുകളിലൂടെ പൈപ്പുകളിലൂടെ കടത്തിവിടുന്നു. എങ്ങോട്ടേക്കാണ് കടത്തിവിടുന്നത്? ടർബൈനിലോട്ടാണ് കടത്തിവിടുന്നത്. ടർബൈനിലോട്ട് ആ ഒരു വെള്ളത്തെ കടത്തിവിടുന്നു. അപ്പോൾ ടർബൈനിലോട്ട് ആ ഒരു വെള്ളം കടന്നു വരുമ്പോൾ ടർബൈൻ കറങ്ങും. ടർബൈൻ കറങ്ങുമ്പോൾ ജനറേറ്റർ പ്രവർത്തിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതി ഉണ്ടാകുന്നു. ആ വൈദ്യുതിയാണ് പിന്നീട് നമ്മുടെ വീടുകളിലൊക്കെ ആ ലൈൻ കമ്പിയിലൂടെയൊക്കെ എത്തുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. അണക്കെട്ട് ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. അതായത് ഇതേ കണക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം ഉയരത്തിൽ കെട്ടി നിർത്തുന്നു. അപ്പോൾ ആ വെള്ളം ഉയരത്തിൽ കെട്ടി നിർത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ആ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം ആ ഊർജം ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? വൈദ്യുതി നിർമ്മിക്കുന്നത്. വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൈനിലേക്ക് വെള്ളം വീഴ്ത്തുന്നു. അപ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യുകയാണ്? ആ പൈപ്പിലൂടെ കൊണ്ടുവന്ന് ടർബൈനിൽ എത്തിക്കുന്നു. ആ ടർബൈൻ പിന്നെ എന്ത് ചെയ്യുന്നു? ടർബൈൻ തിരിയുന്നു. ജനറേറ്റർ പ്രവർത്തിച്ച് അങ്ങനെ പിന്നെ വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിൽ എത്തുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, അവിടെ മനസ്സിലായല്ലോ? അവിടെ ആ ഒരു പ്രവർത്തനം മനസ്സിലായല്ലോ? വേണമെങ്കിൽ ആ പ്രവർത്തനം തന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ ആ രീതിയിലും ചോദ്യം വരാം. അതുകൊണ്ട് അതവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ഒരു ഫാക്ട് നോക്കിയേ. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തൊരു ഫാക്ട് നോക്കാം. അടുത്തൊരു ഫാക്ട് പോകുന്നതിന് മുന്നേ അവിടെ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഇന്ധനങ്ങളുടെ വില, മലിനീകരണം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഡീസൽ ജനറേറ്ററുകളെ അപേക്ഷിച്ച് ജലവൈദ്യുത നിലയങ്ങളുടെ മേന്മ ചർച്ച ചെയ്യുക. അപ്പോൾ ആ ഒരു ജലവൈദ്യുത നിലയം എന്ന് പറയുന്നത് എന്താണ്? അത്ര മലിനീകരണമല്ല. അതേസമയം തന്നെ നമ്മുടെ ജനറേറ്ററുകളെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ ജനറേറ്ററുകൾ എന്ന് പറയുന്നത് എന്താണ്? മലിനീകരണത്തിന് സാധ്യത ഉള്ളതാണ്. അപ്പോൾ അടുത്തൊരു കാര്യം നോക്കുക. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റ് സാധ്യതകൾ. അപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റ് സാധ്യതകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ നോക്കിയേ, താപവൈദ്യുത നിലയം. ആ ഒരു താപത്തിന്റെ ഊർജമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് ആണവോർജം. ആണവോർജ നിലയം. ആണവോർജ നിലയം എന്ന് പറയുന്നത് എന്താണ്? ആണവ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ തന്നെ കാറ്റാടിപ്പാടം. കാറ്റാടിപ്പാടം കാറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റ് സാധ്യതകളൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന SCERT ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. അടുത്ത നോക്കിയേ, സോളാർ പാനൽ, ചന്ദ്രയാൻ 3 സോളാർ കാർ. എന്തുകൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. സൂര്യനിൽ നിന്നുമുള്ള ഊർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ പാനലുകൾ. ഇപ്പോൾ ഇന്ന് കൂടുതൽ വീടുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ വീടുകളിലും സോളാർ പാനലുകൾ ഉപയോഗിച്ച് വരികയാണ്. കാരണം ചിലവ് ആദ്യം വയ്ക്കുമ്പോഴുള്ള ചിലവുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സാധാരണ വൈദ്യുതി വെച്ച് നോക്കുമ്പോൾ എന്താണ്? അവിടെ ചിലവ് വളരെ കുറവാണ്. ചിലവ് വളരെ കുറവെന്ന് പറയുന്നത് അത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ചിലവ് കൂടുതലാണ്. അതേസമയം തന്നെ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? അതൊരു ലാഭം തന്നെയാണ്. ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ. ഭാവിയിൽ വരാവുന്ന ഊർജ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് സൗരോർജം. ഈ അടുത്ത് നടന്ന ചോദ്യങ്ങളിലൊക്കെ എക്സാമിനൊക്കെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭാവിയിൽ വരാനുള്ള ഊർജ പ്രതിസന്ധിക്കുള്ള പരിഹാരം സൗരോർജം. ചിലവ് കുറഞ്ഞ രീതിയിൽ സൗരോർജം പ്രയോജനപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യകൾ വികസിച്ച് വരേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. സോളാർ സെല്ലുകൾ എന്താണ്? സോളാർ സെല്ലുകൾ എന്ന് പറയുന്നത് എന്താണ്? സൂര്യനിൽ നിന്നുള്ള ഊർജം വൈദ്യുതി ഊർജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ. വൈദ്യുതി പാഴാക്കല് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഒരു ചിത്രമാണ്. അത് അവിടെ അറിഞ്ഞിരിക്കും. അപ്പോൾ നമ്മുടെ പാഠം ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ്സ് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഈ പാഠത്തിൽ നിന്നും നമ്മൾ വിചാരിക്കും വളരെ സിമ്പിൾ ആണെന്ന്. പക്ഷേ ഇതിലുള്ള ആ ബോക്സിലൊക്കെയുള്ള സെയിം സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോക്സിലുള്ള
സ്റ്റേറ്റ്മെൻറ്റുകൾ ഉറപ്പായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ വായിച്ചു നോക്കേണ്ടതാണ്. കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് ആദ്യം നോക്കാം. ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? ഓപ്ഷൻ എ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാകുന്നു. ഓപ്ഷൻ ബി പ്രകാശോർജ്ജം രാസോർജ്ജമാകുന്നു. ഓപ്ഷൻ സി രാസോർജ്ജം ആദ്യം വൈദ്യുതോർജ്ജവും പിന്നീട് പ്രകാശോർജ്ജവുമാകുന്നു. ഓപ്ഷൻ ഡി രാസോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. സോ ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ് സുഹൃത്തെ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. രാസോർജ്ജം ആദ്യം വൈദ്യുതോർജ്ജവും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശോർജ്ജവുമായി മാറുന്നു. തന്നിരിക്കുന്നവയിൽ ഏതാണ് തുറന്ന സർക്യൂട്ട്? ഓപ്ഷൻ എ ഫാൻ കറങ്ങുന്നു. ഫാൻ കറങ്ങുന്നു എന്ന് പറയുമ്പോൾ തുറന്ന സർക്യൂട്ടാണ്? അല്ല, അവിടെ അടഞ്ഞ സർക്യൂട്ടാണ് അല്ലേ. ഓപ്ഷൻ ബി കേടായ ബെല്ലിന്റെ സ്വിച്ച് ഓൺ ആകുന്നു അല്ലേ. കേടായ ബെല്ലിന്റെ സ്വിച്ച് ഓൺ ആകുന്നു. അതെന്താണ്? തുറന്ന സർക്യൂട്ടിന് ഉദാഹരണമാണ്. ഓക്കെ, മിക്സി പ്രവർത്തിക്കുന്നു, അടഞ്ഞ സർക്യൂട്ടാണ്. ബൾബ് പ്രകാശിക്കുന്നു, അടഞ്ഞ സർക്യൂട്ടാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നുമാണ്? ഓപ്ഷൻ എ സോളാർ പാനൽ, ഓപ്ഷൻ ബി ഡീസൽ, ഓപ്ഷൻ സി പെട്രോൾ, ഓപ്ഷൻ ഡി കൽക്കരി. എവിടെ നിന്നുമാണ് കൃത്രിമ ഉപകരണങ്ങൾ പ്രവർത്തിക്കാനുള്ള വൈദ്യുതി ലഭിക്കുന്നത്? എവിടെ നിന്നുമാണ് സുഹൃത്തുക്കളെ? സോളാർ പാനലാണ്. ഓക്കെ, സോളാർ പാനലാണ്. ഒരിക്കലും പെട്രോളോ ഡീസലോ നിറച്ചുകൊണ്ടല്ല എന്ത് ചെയ്യുന്നത് ആ ഉപകരണങ്ങൾ അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹങ്ങളൊക്കെ പോകുന്നത്. അവിടെ എന്താണ്? അവിടെ സോളാർ പാനലിന്റെ പ്രവർത്തനം മൂലമാണ് അവയ്ക്ക് വൈദ്യുതി ലഭിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു അധ്യായവുമായി ബന്ധപ്പെട്ട് കുറച്ച് MCQ, കുറച്ച് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് ഡാഷ്. ഓപ്ഷൻ എ സ്വിച്ച്, ഓപ്ഷൻ ബി സർക്യൂട്ട്, ഓപ്ഷൻ സി ബൾബ്, ഓപ്ഷൻ ഡി ഇൻസുലേറ്റർ. ഏതാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി സർക്യൂട്ടാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത നോക്കി. പ്ലാസ്റ്റിക്കും മരവും വൈദ്യുതി കടത്തി വിടുന്നവയാണ്, അതിനാൽ ഇവ ചാലകങ്ങളാണ്. ഈ പ്രസ്താവന ഓപ്ഷൻ എ ശരിയാണ്, ഓപ്ഷൻ ബി തെറ്റാണ്, ഓപ്ഷൻ സി ഭാഗികമായി ശരിയാണ്, ഓപ്ഷൻ ഡി നിർണ്ണയിക്കാനാവില്ല. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക്കും മരവും വൈദ്യുതി കടത്തി വിടുന്നവയാണ് ആണോ? അല്ല. അതുകൊണ്ട് തന്നെ ഈ ഉദാഹരണം അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഓക്കെ, പ്ലാസ്റ്റിക്കും മരവും വൈദ്യുതി ഒന്നും എന്ത് ചെയ്യുന്നില്ല? പ്ലാസ്റ്റിക് മരവും വൈദ്യുതി ഒന്നും കടത്തി വിടുന്നില്ല. ഓക്കെ, ആ ഒരു കാര്യം അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സർക്യൂട്ട് പൂർത്തിയായാൽ അത് ഡാഷ് സർക്യൂട്ടാണ്. ഓപ്ഷൻ എ തുറന്ന സർക്യൂട്ട്, ഓപ്ഷൻ ബി അടഞ്ഞ സർക്യൂട്ട്, ഓപ്ഷൻ സി മിശ്ര സർക്യൂട്ട്, ഓപ്ഷൻ ഡി മാറുന്ന സർക്യൂട്ട്. ഏതാണ്? സർക്യൂട്ട് പൂർത്തിയായാൽ അത് എന്ത് തരത്തിലുള്ള സർക്യൂട്ട് ആയിരിക്കും? അടഞ്ഞ സർക്യൂട്ട് ആയിരിക്കും അല്ലെ. അടഞ്ഞ സർക്യൂട്ടിലാണ് എന്ത് ചെയ്യുന്നത്? വൈദ്യുതി കടത്തി വിടുന്നത്. അടുത്ത നോക്കിയേ. ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് ഡാഷ് സർക്യൂട്ടിലാണ്. ഉപകരണങ്ങൾ എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന ഏതിലാണ്? അടഞ്ഞ സർക്യൂട്ടിലാണ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, അടുത്ത ചോദ്യം ഒന്ന് നോക്കിയേ. വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കൾ ഡാഷ് എന്ന് വിളിക്കപ്പെടുന്നു. ഓപ്ഷൻ എ ഇൻസുലേറ്ററുകൾ, ഓപ്ഷൻ ബി ചാലകങ്ങൾ, ഓപ്ഷൻ സി പ്ലാസ്റ്റിക്, ഓപ്ഷൻ ഡി മരം. ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളെ എന്തെന്നാണ് വിളിക്കുന്നത്? ചാലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളെ എന്തെന്നാണ് വിളിക്കുന്നത്? ചാലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം ഒന്ന് നോക്കിയേ. ചാലകമല്ലാത്ത വസ്തു ഏത്? അതായത് വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കൾ ഏതെന്നാണ്? ചെമ്പ് അല്ലേ, പ്ലാസ്റ്റീൽ, ജലം, ഇതൊക്കെ എന്താണ്? ചാലകമാണ്. ചാലകമല്ലാത്ത വസ്തു ഏതാണ്? അതായത് വൈദ്യുതി കടത്തി വിടാത്ത വസ്തു ഏതാണ്? പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത നോക്കിയേ. ചെമ്പ് കമ്പി പൊതിഞ്ഞിരിക്കുന്നത് സാധാരണയായി ഡാഷ് ഉപയോഗിച്ചാണ്. ഓപ്ഷൻ എ മരം, ഓപ്ഷൻ ബി പ്ലാസ്റ്റിക്,
ഓപ്ഷൻ സി റബ്ബർ ബാൻഡ്, ഓപ്ഷൻ ഡി ഇരുമ്പ്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ PVC ഉപയോഗിച്ചാണ് ചെമ്പുകമ്പി സാധാരണയായി പൊതിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതവിടെ അറിഞ്ഞിരിക്കുക. കാരണം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? ചാലകമല്ലാത്ത, വൈദ്യുതി കടത്തിവിടാത്ത ഒരു വസ്തുവാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. വീട്ടിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ സാധാരണ വോൾട്ടേജ് എത്ര? ഓപ്ഷൻ എ 110 വോൾട്ടേജ്, ഓപ്ഷൻ ബി 230 വോൾട്ടേജ്, ഓപ്ഷൻ സി 12 വോൾട്ടേജ്, ഓപ്ഷൻ ഡി 440 വോൾട്ടേജ്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? യെസ്, കറക്റ്റ്. ഓപ്ഷൻ ബി 230 വോൾട്ടേജ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ സുഹൃത്തുക്കൾ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യണം? നിങ്ങൾ കൂടെ ഒന്ന് ആൻസർ ഒന്ന് എഴുതി നോക്കണം. ഓക്കെ, അങ്ങനെ എഴുതി നോക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എത്രത്തോളം ഇതിലെ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ 230 വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്? വീട്ടിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ സാധാരണ വോൾട്ടേജ് എന്ന് പറയുന്നത്. അടുത്ത നോക്കി, ജലവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഊർജം ഉപയോഗിച്ചാണ്? ഓപ്ഷൻ എ രാസോർജം, ഓപ്ഷൻ ബി കാറ്റിന്റെ ഊർജം, ഓപ്ഷൻ സി വീഴുന്ന വെള്ളത്തിന്റെ ഊർജം, ഓപ്ഷൻ ഡി സൂര്യന്റെ ഊർജം അല്ലെങ്കിൽ സൗരോർജം. ഓക്കെ, ഏത് ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? ഏത് ഊർജം ഉപയോഗിച്ചാണ്? അതെ, ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി വീഴുന്ന വെള്ളത്തിന്റെ ഊർജം ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? ജലവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഒരു മെക്കാനിസം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും സുഹൃത്തുക്കളൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കിയേ, കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രധാനമായ പങ്ക് വഹിക്കുന്ന നിലയം? ഓപ്ഷൻ എ മട്ടുപ്പാവ്, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി കൊച്ചി. ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? അതെ, ഓപ്ഷൻ ബി ഇടുക്കിയാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇടുക്കി ജലവൈദ്യുത നിലയമാണ്. ഓക്കെ, സൂര്യനിൽ നിന്നുമുള്ള ഊർജം വൈദ്യുതിയാക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ എ ടർബൈൻ, ഓപ്ഷൻ ബി ജനറേറ്റർ, ഓപ്ഷൻ സി സോളാർ സെൽ, ഓപ്ഷൻ ഡി മോട്ടോർ. ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? യെസ്, ഓപ്ഷൻ സി സോളാർ സെല്ലാണ്. ടർബൈൻ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ജലവൈദ്യുത നിലയം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ, ആ ഒരു സമയത്ത് നമ്മൾ ടർബൈൻ്റെ ഉപയോഗമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതോടൊപ്പം തന്നെ സിമ്പിളായിട്ടുള്ള ഒരു അധ്യായമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുള്ള ഒരു പോർഷനാണ്. LGSനും അതോടൊപ്പം തന്നെ LP UPക്കും ഒക്കെ വന്നിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. SCRT പാഠപുസ്തകങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക. അതിൽ ഓരോ ഫാക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപടി എന്ത് ചെയ്യാറുണ്ട്? സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.